ഹലോ ചിൽഡ്രൻ, ടീച്ചറുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഒസുബൽസ് തിയറി ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡേവിഡ് ഒസുബലിൻ്റെ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് അഥവാ അർത്ഥപൂർണ വാചിക പഠനമാണ്. ഓർമ്മയിൽ നിൽക്കുവാനായി നമുക്കിതിനെ പാട്ടിലാക്കാം. 1954 രാമു കാര്യാട്ടും പി ഭാസ്കരനും ചേർന്ന് സംവിധാനം ചെയ്ത നീലക്കുയിൽ എന്ന സിനിമയിലെ ഒരു പാട്ടാണ് നമ്മൾ ഇതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. പാടി നോക്കാം. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഇതാണ് ട്യൂണ്. ഇനി ഒസുബലിന്റെ തിയറി നോക്കാം. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, ഒസുബലിൻ തിയറിയാന്ന്, ഡേവിഡ് ഒസുബലിൻ തിയറിയാന്ന്. ഞാനൊന്ന് തൊട്ടപ്പോൾ മീനിങ് ഫുൾ വെർബല കണ്ടതയ്യാ, റിസപ്ഷൻ ലേണിംഗ് കണ്ടതയ്യാ. ടീച്ചറും ചൊല്ലണ്, കുട്ടിയോളും ചൊല്ലണ്, അഡ്വാൻസ് ഓർഗനൈസർന്ന്, അഡ്വാൻസ് ഓർഗനൈസർന്ന്. ഞാനൊന്ന് നോക്കിയപ്പോൾ സബ്സംഷൻ ലേണിംഗ് കണ്ടതയ്യാ, ലേണിംഗ് കണ്ടതയ്യാ. മീനിങ് ഫുള്ളായിട്ട് കാര്യം പഠിച്ചാൽ മെമ്മറി ഈസിയാകും, അത് മെമ്മറി ഈസിയാകും. റോട്ട് ലേണിംഗ് എന്നാൽ കാണാപാഠമാണ്, മറവി എളുപ്പമാകും, അത് മറവി എളുപ്പമാക്കും. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, സബ്സംഷൻ തിയറിയാന്ന്, ഒസുബലിൻ തിയറിയാന്ന്. 4 വിധത്തിലാ സബ്സംഷൻ പ്രക്രിയ, 4 വിധത്തിലാ സബ്സംഷൻ പ്രക്രിയ. ഡെറിവേറ്റീവ്, കോറിലേറ്റീവ്, പിന്നെ സൂപ്പർ ഓർഡിനേഷനും. കോമ്പിനേഷൻ ലേണിംഗ് ചേർന്നു കഴിഞ്ഞാലോ സബ്സംഷൻ പൂർത്തിയായി, അത് 4 പൂർത്തിയായി. ഡെറിവേഷൻ, കോറിലേഷൻ, സൂപ്പർ ഓർഡിനേഷൻ, കോമ്പിനേഷൻ ലേണിംഗ്, ഇങ്ങനെ 4 വിധത്തിലാണ് സബ്സംഷൻ പ്രക്രിയ നടക്കുന്നത്. മുൻകൂർ സംഘാടനം, അഡ്വാൻസ് ഓർഗനൈസർ, മുൻകൂർ സംഘാടനം, അഡ്വാൻസ് ഓർഗനൈസ് 4 വിധത്തിലാണ്, അത് 4 വിധത്തിലാണ്. എക്സ്പോസിറ്ററി, നറേറ്റീവ്, സ്കിമ്മിങ്, ഗ്രാഫിക് ഡിസൈനറുണ്ട്. എക്സ്പോസിറ്ററി, നറേറ്റീവ്, സ്കിമ്മിങ്, ഗ്രാഫിക് ഡിസൈനറുണ്ട്, അത് 4 ഓർത്തിടണേ. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, മീനിങ് ഫുൾ വെർബൽ ലേണിംഗ്, അത് ഒസുബലിൻ തിയറിയാന്ന്. നമുക്കിനി തിയറിയിലേക്ക് കടക്കാം. മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് തിയറി വാസ് ഡെവലപ്ഡ് ബൈ ഡേവിഡ് പോൾ ഒസുബൽ. മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് തിയറി അഥവാ അർത്ഥപൂർണ വാചിക പഠനം ആവിഷ്കരിച്ചത് ഡേവിഡ് ഒസുബലാണ്. അദ്ദേഹത്തിൻ്റെ ഈ തിയറിക്ക് അർത്ഥപൂർണ ഭാഷാ പഠനമെന്നും പേര് കാണുന്നുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കാണുന്നുണ്ട്. The other names of the theory are reception learning അഥവാ സ്വീകരണ പഠനം, സബ്സംഷൻ ലേണിംഗ് അഥവാ ഉൾപ്പെടുത്തൽ പഠനം, അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ അഥവാ മുൻകൂർ സംഘാടന മാതൃക. ഇനി മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് തിയറി എന്താണെന്ന് നോക്കാം. According to this theory, to learn meaningfully, one must relate new knowledge to existing or prior knowledge. ഒസുബലിന്റെ സിദ്ധാന്ത പ്രകാരം അർത്ഥപൂർണമായി പഠിക്കണമെങ്കിൽ പഠിതാവ് നിലവിലുള്ള അറിവുമായി പുതിയ അറിവിനെ ബന്ധപ്പെടുത്തണം.
അതായത് പഠനത്തിലെ ഏറ്റവും വലിയ ഘടകം പഠിതാവിന് എന്തറിയാം എന്നാണ്. The most important single factor influencing learning is what the learner already knows. This led Ausubel to create the theory of meaningful verbal learning and advanced organizer model. പഠിതാവിന് എന്തറിയാമെന്നതാണ് പഠനത്തിൽ ഏറ്റവും മുഖ്യമായ ഘടകം. ഇതാണ് ഒസുബലിനെ തൻ്റെ തിയറിയിലേക്ക് നയിച്ചത്. ഇനി 2 ടൈപ്പ് ലേണിങ്ങിനെ പറ്റി ഒസുബൽ പറയുന്നുണ്ട്. മീനിങ് ഫുൾ ലേണിംഗ് ആൻഡ് റോഡ് ലേണിംഗ്. മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഹിയർ ദി ലേൺഡ് നോളജ് ഈസ് ഫുള്ളി അണ്ടർസ്റ്റുഡ് ബൈ ദി ഇൻഡിവിജ്വൽ. വ്യക്തിക്ക്, പഠിതാവിന് പഠിച്ച കാര്യങ്ങൾ, പഠിച്ച അറിവ് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ടു ലേൺ മീനിങ് ഫുള്ളി വൺ മസ്റ്റ് റിലേറ്റ് ന്യൂ നോളജ് ടു വാട്ട് ദേ ഓൾറെഡി നോ. ഇങ്ങനെ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ പഠനം മീനിങ് ഫുൾ ആയിട്ട് നടക്കണമെങ്കിൽ, അർത്ഥപൂർണമായി നടക്കണമെങ്കിൽ ലേണർ എന്ത് ചെയ്യണം? ന്യൂ നോളജിനെ എന്തുമായി ബന്ധപ്പെടുത്തണം? എക്സിസ്റ്റിംഗ് നോളജുമായി ബന്ധപ്പെടുത്തണം, നിലവിലുള്ള അറിവുമായി ബന്ധപ്പെടുത്തണം. ഇനി റോഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനഃപ്പാഠമാക്കൽ, കാണാപ്പാഠമാക്കൽ എന്നൊക്കെ നിങ്ങൾ മലയാളത്തിൽ കേട്ടിരിക്കും. മഗ് അപ്പ് ദ മെറ്റീരിയൽ വിതൗട്ട് നോയിങ് ഇറ്റ്സ് മീനിങ്. മെറ്റീരിയൽ മുഴുവൻ എന്ത് ചെയ്യുന്നു? ഒന്നാകെ അങ്ങ് കാണാതെ പഠിക്കുന്നു. ഹിയർ യു മെമ്മറൈസ് സംതിങ് വിതൗട്ട് ഫുൾ അണ്ടർസ്റ്റാൻഡിങ്. പൂർണ്ണമായി മനസ്സിലാക്കാതെയാണ് നമ്മളിത് ഇങ്ങനെ പഠിക്കുന്നത്. ചിലപ്പോൾ അതിന് ഉപയോഗം ഉണ്ടാവും കേട്ടോ. പരീക്ഷാ ഹാളിലൊക്കെ ചെന്നിട്ട് അങ്ങനെ ഉപയോഗം ഉണ്ടാവും. നിങ്ങളിങ്ങനെ പഠിച്ച ഒരു സാധനം നിങ്ങൾക്കറിയാം, അർത്ഥം അറിയാതെ. പണ്ട് UKG ക്ലാസ്സിൽ, ചെറിയ ക്ലാസ്സിലൊക്കെ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു കാണും. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ അപ്പ് അബവ് ദ വേൾഡ് സോ ഹൈ ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. ഇങ്ങനെയാണോ പഠിച്ചത്? അപ്പ് അബവ് ദ വേൾഡ്സ് ഓഫ് ഹൈ എന്ന കാര്യം പഠിച്ചിട്ടുണ്ട്, കാണാതെ പഠിച്ചിട്ടുണ്ട്. അപ്പ് അബവ് ദ വേച്ച് ഓഫ് കൈ ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ കൈ അല്ലേ? അപ്പം അർത്ഥമൊന്നും അറിയൂല, അതുകൊണ്ട് ഒരു കാര്യമില്ല. പക്ഷേ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് ഓർമ്മിക്കുമ്പോൾ നമുക്ക് തിരുത്തി കൊടുത്താൽ മതി. ഇങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷേ റോഡ് ലേണിംഗ് കൊണ്ട് കാര്യമില്ല എന്നാണ് ഒസുബൽ പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു ഒസുബൽ, റോഡ് ലേണിംഗ് ഡസ് നോട്ട് ഇൻവോൾവ് സബ്സംഷൻ ആൻഡ് ഡിസ്കവറി. റോഡ് ലേണിംഗ് ഇതിൽ ഉൾപ്പെടുത്തൽ പഠനമല്ല, സബ്സ്യൂം ചെയ്യാനും പറ്റില്ല. അത് എന്താണ്? ഡിസ്കവറി ലേണിങ്ങിനും ഇത് പറ്റില്ല. ഇനി ഈ തിയറിക്ക് വേറൊരു പേരുണ്ട്, റിസപ്ഷൻ ലേണിംഗ്. ദിസ് തിയറി ഈസ് ഓൾസോ നോൺ ആസ് റിസപ്ഷൻ ലേണിംഗ്. അതിന് കാരണം എന്താ? അക്കോർഡിംഗ് ടു ഒസുബൽ, പീപ്പിൾ അക്വയർ നോളജ് പ്രൈമർലി ത്രൂ റിസപ്ഷൻ. സ്വീകരണത്തിലൂടെയാണ്, റാദർ ദൻ ഡിസ്കവറി. ഡിസ്കവറിയിലൂടെയല്ല, സ്വീകരണത്തിലൂടെയാണ് ആളുകൾ പഠിക്കുന്നത് എന്നാണ് ഒസുബലിന്റെ അഭിപ്രായം. ആളുകൾ അറിവാർജിക്കുന്നത് പ്രധാനമായും കണ്ടെത്തലിനേക്കാൾ സ്വീകരണത്തിലൂടെയാണ്. അതാണ് ഓർമ്മിക്കേണ്ടത്. ദാറ്റ് ഈസ് കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, ഐഡിയാസ് ഇതൊക്കെ പ്രസന്റ് ചെയ്യുന്നതും അണ്ടർസ്റ്റുഡ് ചെയ്യുന്നതും എന്താണ്? ഡിസ്കവറിയിലൂടെ അല്ല എന്നാണ് ഒസുബൽ പറയുന്നത്. അതായത് റിസപ്ഷനിലൂടെ അല്ലെങ്കിൽ സ്വീകരണത്തിലൂടെയാണ് പഠനം നടക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ തിയറിക്ക് റിസപ്ഷൻ ലേണിംഗ് അഥവാ സ്വീകരണ പഠനം എന്ന പേരുള്ളത്. നെക്സ്റ്റ്, ഈ തിയറിയുടെ മറ്റൊരു പേരാണ് സബ്സംഷൻ ലേണിംഗ്. അക്കോർഡിംഗ് ടു ഒസുബൽ, എ പ്രൈമറി പ്രോസസ് ഇൻ ലേണിംഗ് ഈസ് സബ്സംഷൻ, ഇൻ വിച്ച് ന്യൂ മെറ്റീരിയൽ ഈസ് റിലേറ്റഡ് ടു റിലവൻറ്റ് ഐഡിയാസ് ഇൻ ദി കോഗ്നിറ്റീവ് സ്ട്രക്ചർ. വൈജ്ഞാനിക ഘടനയിലെ മറ്റു റെലവൻ്റ് ആയിട്ടുള്ള ഐഡിയാസുമായി പുതിയ മെറ്റീരിയലിനെ ഉൾപ്പെടുത്തുന്നു എന്നതുകൊണ്ട് ഈ തിയറിക്ക് ഉൾപ്പെടുത്തൽ പഠനം അഥവാ സബ്സംഷൻ ലേണിംഗ് എന്ന് പറയുന്നു. ഇനി 4ാമത്തെ ഒരു തിയറിക്ക് പറയുന്ന പേര് അഡ്വാൻസ് ഓർഗനൈസർ എന്നാണ്. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ എന്നായിരിക്കും നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുക. ബോധന മാതൃകകളിൽ ഒന്നാണിത്. അതായത് ബോധന മാതൃക എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡൽസ് ഓഫ് ടീച്ചിങ് എന്നതാണ് അതിൻ്റെ ഇംഗ്ലീഷ്. അതായത് ഡിസൈൻ ചെയ്യാണ്, ഫ്രെയിം വർക്കായിട്ട്
പഠിപ്പിക്കാനുള്ള ബോധനത്തിലുള്ള അല്ലെങ്കിൽ ടീച്ചിങ്ങിനുള്ള ഫ്രെയിം വർക്കാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന മോഡൽ. ദീസ് ആർ വേർബൽ സ്റ്റേറ്റ്മെന്റ്. ഇനി വാട്ട് ഈസ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്തെഴുതും? ദീസ് ആർ വേർബൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രസന്റഡ് അറ്റ് ദി ബിഗിനിങ് ഓഫ് എ ലെസൺ. ഒരു പാഠത്തിന്റെ ബിഗിനിങ്ങിൽ പ്രസന്റ് ചെയ്യുന്ന ആമുഖ പ്രസ്താവനകളാണ് വേർബൽ സ്റ്റേറ്റ്മെന്റ്സ്. എന്താ? ഭാഷാപരമായ അല്ലെ വാചിക പ്രസ്താവനകളാണിത്. ഒന്നുകൂടെ പറയാം, ഭാഷാപരമായ അഥവാ വാചികമായ പ്രസ്താവനകളാണിത്. ഒരു പാഠം പഠിപ്പിക്കുവാനായി അതിന്റെ ആരംഭത്തിൽ പ്രസന്റ് ചെയ്യുന്നതാണ്. ദീസ് ആർ ഇൻട്രൊഡ്യൂസിങ് ഐഡിയാസ് ഓഫ് ജനറൽ ഇൻ നേച്ചർ. ജനറൽ പൊതുവായ അല്ലെങ്കിൽ പൊതു സ്വഭാവമുള്ള ആമുഖ പ്രസ്താവനകളാണിത്. ഇറ്റ് പ്രൊവൈഡ്സ് എ ഫ്രെയിം വർക്ക് ഫോർ ന്യൂ കണ്ടന്റ്. പുതിയ കാര്യം പഠിപ്പിക്കുവാനുള്ള ഒരു ഫ്രെയിം വർക്കായിട്ട്, ചട്ടക്കൂടായി ഇത് വർത്തിക്കുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് മെന്റൽ സ്കഫോൾഡിംഗ്. ഒരു 4 പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. അഡ്വാൻസ് ഓർഗനൈസർ എന്താണെന്ന് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തെഴുതാവുന്നതാണ്. അഡ്വാൻസ് ഓർഗനൈസർ എന്നത് ഒസുബലിന്റെ ഒരു കോൺസെപ്റ്റാണ്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മോഡൽസ് ഓഫ് ടീച്ചിങ്സ് എന്ന് പറയാം. ദെൻ വേർബൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ഇൻട്രൊഡക്ടറി ഐഡിയാസ് ആണ് എന്ന് പറയാം, ഫ്രെയിം വർക്കായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയാം. പിന്നെന്താ? ഇറ്റ് പ്രൊവൈഡ്സ് മെന്റൽ സ്കഫോൾഡിങ് എന്നൂടെ പറയാം. മാനസിക സ്കഫോൾഡിങ് എന്ന് പറയുന്നത് അസിസ്റ്റൻസ് അല്ലെങ്കിൽ കൈത്താങ് എന്നാണ്. മാനസികമായി കൈത്താങ്ങായി നിൽക്കുന്നു. അതായത് പുതിയത് വരുമ്പോൾ ഒരു എന്ത് വരുന്നില്ല, ഡിസിക്ലിബ്രിയം ഒന്നും ഫീൽ ചെയ്യാത്ത രീതിയിൽ നമുക്കൊരു സ്കഫോൾഡിങ് പോലെ അസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഈ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത ഏരിയ ആയിട്ട് പറയുന്നത് പ്രോസസ് ഫോർ മീനിങ് ഫുൾ ലേണിങ്ങിലുള്ള പ്രോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദർ ആർ മെയിൻലി 4 പ്രോസസ് ഇൻ മീനിങ് ഫുൾ ലേണിംഗ്. പ്രധാനമായും 4 പ്രക്രിയകളാണ് ഒസുബൽ പ്രപ്പോസ് ചെയ്യുന്നത്. അതായത് ഏതൊക്കെ തരത്തിലുള്ള സബ്സംഷൻ ആണെന്ന് ക്വസ്റ്റ്യൻ വന്നാലും ഇത് തന്നെയാണ് എഴുതേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് ഡെറിവേറ്റീവ് സബ്സംഷൻ. അതായത് ഉൾപ്പെടുത്തൽ ആണ് സബ്സംഷന്റെ മീനിങ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നത്. ഇത് സിമിലർ ടു പിയാഷേസ് അസിമിലേഷൻ. പിയാഷയുടെ അസിമിലേഷൻ അഥവാ സ്വാംശീകരണത്തിന് തുല്യമാണിത്. ഈ കോൺസെപ്റ്റ് സ്വാംശീകരണം അഥവാ അസിമിലേഷന് തുല്യമാണിത്. That is, when the new information is derived from the already existing meaningful structure, the process of derivative subsumption takes place. നിലവിലുള്ള വൈജ്ഞാനിക അല്ലെങ്കിൽ മാനസിക ഘടനയിൽ ഉൾപ്പെടുന്ന നോളജിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന വിവരങ്ങളിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ് പുതിയ നോളജ് എങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡെറിവേറ്റീവ് സബ്സംഷൻ. ദാറ്റ് ഈസ്, നമ്മളൊരു ഫോർമുലയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എക്സിസ്റ്റിംഗ് നോളജ് പ്ലസ് ന്യൂ നോളജ് ഈക്വൽസ് ലേണിംഗ്. ഇവിടെ മെന്റൽ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ യാതൊരു ചേഞ്ചും മോഡിഫിക്കേഷനും വരുന്നില്ല. നോ മോഡിഫിക്കേഷൻ. വൈജ്ഞാനിക ഘടനയിൽ മാറ്റം വരുന്നില്ല. അടുത്ത ഒരു സബ്സംഷനാണ് രണ്ടാമത്തെ ടൈപ്പ്. ഫസ്റ്റ് ടൈപ്പ് ഡെറിവേറ്റീവ് സബ്സംഷൻ. നെക്സ്റ്റ് ഈസ് കോറിലേറ്റീവ് സബ്സംഷൻ. ദിസ് ഈസ് സിമിലർ ടു അക്കോമഡേഷൻ കോൺസെപ്റ്റ് ഇൻ പിയാഷെൻ തിയറി. പിയാഷയുടെ തിയറിയിലെ അക്കോമഡേഷൻ അല്ലെങ്കിൽ അധിനിവേശം എന്ന കോൺസെപ്റ്റുമായി തുല്യമാണിത്. ഹിയർ ന്യൂ മെറ്റീരിയൽ is an extension or elaboration of what is already known. ഓൾറെഡി അറിഞ്ഞിരിക്കുന്ന അറിവിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഇലാബറേഷൻ ആണ് കോറിലേറ്റീവ് സബ്സംഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാകുമ്പോൾ എന്ത് പറ്റും? ഇൻ ദിസ് പ്രോസസ് ദ എക്സിസ്റ്റിംഗ് നോളജ് ഈസ് ഓൾട്ടേർഡ് ഓർ ചേഞ്ച്. വൈജ്ഞാനിക ഘടനയ്ക്ക് മാറ്റം വരുന്നു. ഇനി മൂന്നാമത്തെ ടൈപ്പ് സബ്സംഷൻ സൂപ്പർ ഓർഡിനേറ്റ് സബ്സംഷൻ എന്നാണ്. ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നില ക്രമീകരിക്കുക എന്നാണ് അർത്ഥം. സൂപ്പർ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഉയർന്ന നില. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പറയട്ടെ, നിങ്ങളോട് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഇന്ത്യയിലെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി? എങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുക? വാട്ട് ഈസ് ദി ഓർഡിനൽ സ്റ്റാറ്റസ് ഓഫ് രാജീവ് ഗാന്ധി എമംഗ് ദി പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ? ഹൗ മെനി എന്നൊന്നും പറഞ്ഞ് കളിക്കരുത്. ഓർഡിനൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്പർ അനുസരിച്ച് എത്രാമത്തെ എന്ന് ചോദിക്കൂലേ, അതാണ് ക്രമത്തിൽ എത്രയാണ്. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്ന? സൂപ്പർ ഓർഡിനേറ്റ് സബ്സംഷനിൽ സ്പെസിഫിക് നോളജ് ടു ജനറൽ നോളജ് ആണ്.
സ്പെസിഫിക് ആയിട്ടുള്ള നോളജ് ജനറൽ നോളജിലേക്ക് ആഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. യു ഓൾറെഡി ന്യൂ എ ലോട്ട് ഓഫ് എക്സാമ്പിൾസ് ഓഫ് ദി കോൺസെപ്റ്റ്. ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് അറിയാം. ബട്ട് യു ഡിഡിന്റ് നോ ദി കോൺസെപ്റ്റ് ഇറ്റ് സെൽഫ്. നിങ്ങൾക്ക് പക്ഷെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിയില്ല. അൺടിൽ ഇറ്റ് വാസ് ടോട്ട് യു. നിങ്ങൾക്കത് പഠിപ്പിച്ചു തരുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് വരെ അറിയില്ല. ഇതാണ് സൂപ്പർ ഓർഡിനേറ്റിൽ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രൂട്ട്സിനെ കുറിച്ച് അറിയാം. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ പച്ചയായി കഴിക്കാൻ പറ്റും, അതിൻ്റെ സ്വാദ് പുളിപ്പുണ്ട്, മധുരമുണ്ട്, ചവർപ്പുണ്ട് എന്നൊക്കെ അറിയാം. പക്ഷെ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് ബ്രിഞ്ചോൾ അല്ലെങ്കിൽ ലേഡീസ് ഫിംഗർ, വഴുതനങ്ങ അല്ലെങ്കിൽ വെണ്ടക്ക എന്താണ്, ഫ്രൂട്ട്സ് ആണോ വെജിറ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? വെജിറ്റബിൾ എന്നേ നമ്മൾ പറയുള്ളൂ. കാരണം നമ്മളുടെ കഴിക്കുന്നത് ഫ്രൂട്ട്സിന്റെ ഭാഗത്തിൽ എന്ത് പെടുന്നില്ല, വെജിറ്റബിൾസിലേക്കാണ് നമ്മൾ അത് ഉൾപ്പെടുത്തിയത്. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സും എല്ലാ ഭാഗവും കഴിക്കാവുന്ന സാധനങ്ങളേ ഉള്ളൂ. ഇപ്പൊ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് സീഡ്സ് എന്നാണ്. ഫ്രൂട്ട്സിൽ എന്ത് കണ്ടെയ്ൻ ചെയ്യും? ഇറ്റ് കണ്ടെയ്ൻസ് സീഡ്സ്, വിത്തുകൾ കൂടിയുണ്ട്. ആ ഒരു അറിവ് നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ നിങ്ങളുടെ അറിവിൽ മാറ്റം വരികയും ഒരു സൂപ്പർ ഓർഡിനേറ്റ് പൊസിഷനിൽ എത്തുകയും ചെയ്യുന്നു. സ്പെസിഫിക് ആയിട്ടുള്ള കുറേ നോളജസ് ഉണ്ട്, അതായത് ഇതൊക്കെ ഫ്രൂട്ട്സ് ആണ് എന്നറിയും. എന്നാൽ ഫ്രൂട്ട്സിന്റെ ഒരു ഡെഫിനിഷനിൽ നിങ്ങൾ കൃത്യമായി എത്തിച്ചേരുകയാണെങ്കിൽ ഇതെന്താണ്? ഇത് സൂപ്പർ ഓർഡിനേറ്റ് ആയിട്ടുള്ള ഒരു നോളജാണ് കിട്ടുന്നത്. അപ്പൊ സൂപ്പർ ഓർഡിനേറ്റ് സബ്സംഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഈസ് കോമ്പിനേറ്റോറിയൽ സബ്സംഷൻ. കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടിച്ചേർക്കുക, സംയുക്തം, പിന്നെന്താ പറയുക, സമ്മിശ്രം എന്നൊക്കെയാണ് അർത്ഥം. കോമ്പിനേറ്റോറിയൽ ലേണിംഗ് ഡിസ്ക്രൈബ്സ് എ പ്രോസസ് ബൈ വിച്ച് ദി ഐഡിയ ഈസ് ഡിറൈവ്ഡ് ഫ്രം നെതർ ഐഡിയ ദാറ്റ് ഈസ് നെയ്തർ ഹൈ നോർ ലോവർ ലെവൽ. ഹൈ ലെവലോ ലോവർ ലെവലിലോ ഉള്ള ഇതല്ല മനസ്സിലാക്കുന്നത്, മറിച്ച് എന്താ, ഒരേ നിലവാരത്തിലുള്ള ഐഡിയകളുമായി കമ്പൈൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അക്കൗണ്ടൻസി ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത് എന്താണ്, ക്യാഷ് ബുക്കും ലെഡ്ജർ ബുക്കും അറിയാം. പക്ഷെ ഇത് രണ്ടും കൂടെ എന്ത് കമ്പൈൻ ചെയ്ത് പഠിപ്പിക്കുകയാണെങ്കിൽ ഇതിന് പറയുന്നത് കോമ്പിനേറ്റോറിയൽ ലേണിംഗ്. ഇതിന് രണ്ടും തമ്മിൽ ഒരുപാട് സാദൃശ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അപ്പൊ നമുക്ക് ഇതിനൊരു ഫോർമുല വേണേ വെക്കാം കേട്ടോ. ന്യൂലി അക്വയർഡ് നോളജ് പ്ലസ് പ്രയോർ നോളജ് ഈക്വൽസ് ലേണിംഗ്. മറ്റടുത്ത് എന്താ, ഡെറിവേഷനിൽ എക്സിസ്റ്റിംഗ് നോളജ് പ്ലസ് ന്യൂ നോളജ് ആണ്, മാറിപ്പോവരുത് എഴുതുമ്പോൾ. നമുക്ക് അഡ്വാൻസ് ഓർഗനൈസർ എന്താണെന്ന് നോക്കാം. കുറച്ച് മുന്നേ അഡ്വാൻസ് ഓർഗനൈസറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അഡ്വാൻസ് ഓർഗനൈസർ ഇസ് എ മേജർ ടൂൾ പ്രൊപ്പോസ്ഡ് ബൈ ഒസുബൽ. ഒസുബൽ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടൂളാണ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇറ്റ്. It is the background knowledge presented by the teacher in advance. അഡ്വാൻസിൽ തന്നെ, മുൻകൂട്ടി തന്നെ ടീച്ചർ കുട്ടികൾക്ക് പ്രസന്റ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് നോളജ് ആണ് അഡ്വാൻസ് ഓർഗനൈസർ എന്നത്. ദീസ് ആർ ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ്സ്. ഇത് ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി ബിഗിനിങ് ഓഫ് എ ലെസൺ. ഒരു പാഠത്തിന്റെ മുൻപിൽ ചെയ്യുന്ന ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ്സ് ആണ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ്. ദീസ് ആക്ട് ആസ് മെന്റൽ സ്കഫോൾഡിംഗ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. യു വിൽ ഫൈൻഡ് ഇറ്റ് ഈസിയർ ടു കണക്ട് ന്യൂ ഇൻഫർമേഷൻ വിത്ത് വാട്ട് യു ഓൾറെഡി നോ അബൌട്ട് ദി സബ്ജക്ട്. ഇതാണ് ഇതിന്റെ ബെനിഫിറ്റ്. അതായത് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, പുതിയ ഇൻഫർമേഷനെ കണക്ട് ചെയ്യാൻ പറ്റും ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാവുന്ന നോളജുമായിട്ട്. ഇനി ടൈപ്സ് ഓഫ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ് എന്താന്ന് നോക്കാം. ഇതും 4 എണ്ണമാണ്, ഓർമ്മിക്കുക. ഫസ്റ്റ് വൺ, എക്സ്പോസിറ്ററി ഓർഗനൈസർ, അതായത് വിശദീകരണ സംഘാടനം എന്നാണ് ഇതിന്റെ മീനിങ്. എക്സ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ചെയ്യാം. പാഠ്യവസ്തു പരിചിതമല്ലെങ്കിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഫെമിലിയർ അല്ലാത്ത ഒരു സബ്ജക്റ്റാണ് നമ്മൾക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ടെങ്കിൽ, പറഞ്ഞു കൊടുക്കണ്ടെങ്കിൽ എന്ത് ചെയ്യും, ജനറൽ ഐഡിയാസിൽ നിന്ന് തുടങ്ങി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സിനെ പറ്റി പഠിപ്പിക്കാനുള്ളതെങ്കിൽ ഫോഴ്സ് എന്താണെന്ന് കുട്ടിക്കറിയാം, അപ്പോൾ ഫോഴ്സിൽ നിന്ന് തുടങ്ങുന്നു. അല്ലെങ്കിൽ എന്താണ്, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ കുറിച്ചാണ് പഠിപ്പിക്കേണ്ടതെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളെ കുറിച്ച് പറയാതെ, സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയാതെ എന്ത് പറയുന്നു, ഇന്ത്യ എന്ന കോൺസെപ്റ്റ് കുട്ടിക്ക് അറിയാലോ, അതിൽ നിന്ന് തുടങ്ങുന്നു. ഇതെന്തിനാ ചെയ്യുന്നേ,
ഇറ്റ് ഈസ് ഫോർ സ്ട്രെങ്തനിങ് കോഗ്നേറ്റീവ് സ്ട്രക്ചർ. ഇതിൻ്റെ ബെനിഫിറ്റ് അതാണ്, സ്ട്രെങ്തനിങ് കോഗ്നേറ്റീവ് സ്ട്രക്ചർ. വൈജ്ഞാനിക ഘടന എന്ത് ചെയ്യുന്നു? സ്ട്രെങ്തൻ ആവുന്നു. പിന്നെന്താണ്? ബാക്ക്ഗ്രൗണ്ട് നോളജ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നു. ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് നോളജിലൂടെ റിസപ്ഷൻ എന്താവുന്നു? മീനിങ് ഫുൾ ആയിട്ട് തീരുകയും ഇഫക്റ്റീവ് റിറ്റൻഷൻ നടക്കുന്നു. അതായത് പഠനം ഈസി ആയിട്ട് നടക്കുകയും അതേപോലെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ എന്താവുന്നു? റിറ്റൻഷനും അവിടെ തന്നെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യലും എളുപ്പമാകുന്നു. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈപ്പ് ഈസ് നറേറ്റീവ്. നറേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താ നറേറ്റ് ചെയ്യുക? സ്റ്റോറി ഒക്കെയാണ് നറേറ്റ് ചെയ്യുക അല്ലേ? പ്രസൻസ് ദ ന്യൂ ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് എ സ്റ്റോറി, or that is the action or process of narrating a story എന്ന് നമുക്ക് ഇന്നെ ക്രൊണോളജിക്കൽ ഓർഡർ ആയിരിക്കും അല്ലേ? ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ കഥ പോലെ പറഞ്ഞു വരുന്ന രീതിക്കാണ് എന്ത് പറയുന്നത്? നറേറ്റീവ് ഓർഗനൈസർ എന്ന് പറയുന്നത്. നറേഷൻ ഇസ് ദി ആക്ട് ഓഫ് ടെല്ലിങ് എ സ്റ്റോറി യൂഷ്വലി ഇൻ സം കൈൻഡ് ഓഫ് ക്രൊണോളജിക്കൽ ഓർഡർ. കൃത്യമായ ഓർഡറോടുകൂടി പറയുന്ന ഒരു രീതിയാണ്, സ്റ്റോറി ടെല്ലിങ് പോലെ പറയുന്ന രീതിയാണ്, കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയാണ് പറയുന്നത് നറേറ്റീവ് ഓർഗനൈസർ. വേറൊന്നുള്ളത് കമ്പാരറ്റീവ് ഓർഗനൈസർ ആണ്. താരതമ്യ സംഘാടനം എന്ന് പറയുന്നു. സിമിലർ ഐഡിയാസ് എന്ത് ചെയ്യുന്നു? കണക്ട്സ് സിമിലർ ഐഡിയാസ് ഓർ കോൺസെപ്റ്റ്സ് എന്ത് ചെയ്യുന്നു? ആർ പ്രസന്റഡ് ബിഫോർ പ്രസന്റിങ് ദി ന്യൂ കോൺസെപ്റ്റ്സ്. പുതിയ കോൺസെപ്റ്റ്സ് പ്രസന്റ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നു? സിമിലർ ആയിട്ടുള്ള ഐഡിയാസ് പ്രസന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു മലയാളം ക്ലാസ് ആണെന്ന് വിചാരിക്കുക. അതിൽ തിരക്കഥ എന്ന ആശയം പഠിപ്പിക്കണമെങ്കിൽ കുട്ടിക്ക് തിരക്കഥ എഴുതാൻ അറിയില്ലെങ്കിൽ കുട്ടിക്ക് എന്താ പറയുക? സിനിമയെ പരിചയമുണ്ട്. അപ്പൊ സിനിമ എന്നൊരു ആശയത്തെ എന്ത് ചെയ്യുന്നു? അപ്പൊ താരതമ്യം ചെയ്തിട്ട് എഴുതാവുന്നതാണ്. മറ്റൊന്ന്, നമ്മൾ മലയാളം ക്ലാസ്സിൽ തന്നെ അറബി മലയാളം എന്നൊരു സാധനം പഠിപ്പിക്കുക. അവിടുത്തെ അതിലെ പ്രാസമായ കമ്പി, കഴുത്ത് നിങ്ങൾക്ക് അറിയെങ്കിൽ ഓർമ്മിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കമ്പി എന്താ, കഴുത്ത് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് വേറൊരു അർത്ഥമാണ് കിട്ടുക അല്ലേ? നമ്മുടെ വീട്ടിലുള്ള കമ്പി നമ്മളെ കഴുത്തൊക്കെ ആയിരിക്കും ഓർമ്മിക്കുക. പക്ഷെ ഇതെന്താന്ന് കുട്ടിക്ക് ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ എന്താണ്? മലയാളത്തിൽ കുട്ടി പഠിച്ച ആദ്യപ്രാസം, അനുപ്രാസം, അന്ത്യപ്രാസം എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്നു. അതായത് കമ്പയർ ചെയ്ത് പഠിപ്പിക്കുന്നത് കമ്പാരറ്റീവ് ഓർഗനൈസർ എന്ന് പറയാം. മൂന്നാമത്തതാണ് ഈ പ്രധാനമായും പിന്നെ എല്ലാ ബുക്കിലും നമുക്ക് കാണാവുന്ന എക്സ്പോസിറ്ററിയും കമ്പാരറ്റീവാണ്. അപ്പം അത് എന്തായാലും നിങ്ങൾ എഴുതണം. പിന്നെ അടുത്തതും നറേറ്റീവായിട്ട് എഴുതിക്കോളാം. പിന്നെ നാലാമത്തതായിട്ട് അല്ലേ നമുക്ക് പറയാവുന്നത് സ്കിമ്മിങ് ആണ്. സ്കിം ചെയ്യാന്ന് പറഞ്ഞാൽ തെന്നിപ്പോകുന്ന. റീഡിങ് രണ്ട് ടൈപ്പാന്ന് നിങ്ങൾക്കറിയോ? സ്കിമ്മിങ്ങും സ്കാനിങ്ങും. സ്കാനിങ് നമ്മൾ അരിച്ചു പെറുക്കി ഡീറ്റെയിൽസ് ഒക്കെ പഠിക്കും. സ്കിമ്മിങ്ങിൽ നമ്മൾ ഒരു ഓവർവ്യൂ നടത്തും അല്ലേ? ഒന്നായിട്ട് അങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ സ്കിമ്മിങ് ഈസ് ഡൺ ബൈ ലുക്കിംഗ് ഓവർ ദി ന്യൂ മെറ്റീരിയൽ ടു ഗിവൻ എ ബേസിക് ഓവർവ്യൂ. ഒരു ബേസിക് ഓവർവ്യൂ ഉണ്ടാകാൻ വേണ്ടി മെറ്റീരിയൽ ഒന്നാകെ ഒരൊറ്റ ഓവർവ്യൂ നടത്തും, ഒന്നാകെ ഒരു കാഴ്ചപ്പാടോടുകൂടി നടത്തും. ഇത് റീഡിങ് സ്ട്രാറ്റജി ആയിട്ട് ബന്ധപ്പെട്ടതാണെന്ന്. അതായത് മുകളിൽ മാത്രം സ്പർശിച്ചു പോകും, ഒന്നാകെ പറയില്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഇതാണ് ഇതിലെ കഥ, അല്ലെ ഇതിൽ ഈ ചാപ്റ്ററിൽ ഇതാണ് പറയുന്നതെന്ന് പറയുന്നു. നെക്സ്റ്റ് ഈസ് ഗ്രാഫിക് ഡിസൈനർ. ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ എന്താ? വിഷ്വൽസ് ആണ്. വിഷ്വൽസ് ടു സെറ്റ് അപ്പ് ഓർ ഔട്ട്ലൈൻ ദി ന്യൂ ഇൻഫർമേഷൻ. പുതിയ ഇൻഫർമേഷൻ വിഷ്വൽസിലൂടെ. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിച്ചവരായാലും അല്ലെങ്കിൽ സയൻസിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഫ്ലോ ചാർട്ട് എന്നുള്ളൊരു സാധനം. വിഷ്വൽ കണ്ടാൽ തന്നെ എന്താ പറയുക, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സൊക്കെ നടക്കുന്നത്, ഇതിൻ്റെ എന്താ പറയുക പ്രോഡക്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. കോൺസെപ്റ്റ് മാപ്സ് ആണ്, നോളജ് മാപ്സ് ആണ് യഥാർത്ഥത്തിൽ ഇത്. ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ സബ്സ്യൂമർ, സബ്സ്യൂംഡ് ആൻഡ് സബ്സംഷൻ. ഈ മൂന്നിൽ ഏതെങ്കിലും ചോദിക്കാവുന്നതാണ്. സബ്സ്യൂമർ എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ഒസ്ബൽ എന്താണ്? മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് ഈസ് ദി അക്വിസിഷൻ ഓഫ് ഐഡിയാസ് ദാറ്റ് ആർ ലിങ്ക്ഡ് ടു അതർ ഐഡിയാസ്. അതായത് പുതിയ നോളജ് അല്ലെങ്കിൽ ഐഡിയാസ് മറ്റ് നമുക്ക് അറിയുള്ള നോളജുമായി കൂട്ടി വെക്കുന്നതിനെയാണ്, ഉൾപ്പെടുത്തുന്നതിനെയാണ് എന്ത് മീനിങ്ഫുൾ വെർബൽ ലേണിങ്ങിൽ നടക്കുന്നത്. ഇതെങ്ങനെയാണ് നടക്കുന്നത്? ഇറ്റ് ടേക്സ് പ്ലേസ് ബൈ ദി ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ന്യൂ കോൺസെപ്റ്റ് ആൻഡ് ദി ഓൾറെഡി എക്സിസ്റ്റിംഗ് കോൺസെപ്റ്റ്.
പുതിയ കോൺസെപ്റ്റും എക്സിസ്റ്റിംഗ് കോൺസെപ്റ്റുമായി അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കോൺസെപ്റ്റുമായി പുതിയ കോൺസെപ്റ്റിനെ ഇൻട്രാക്ട് ചെയ്യിപ്പിക്കുന്ന, ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ഇതിലൂടെയാണ് ഇത് നടക്കുന്നത്. ഓൾറെഡി ലേൺഡ് കോൺസെപ്റ്റ് ഈസ് സബ്സ്യൂമർ. മാറിപ്പോവരുത്. ഓൾറെഡി ലേൺഡ് എക്സിസ്റ്റിംഗ് നോളജിന് പറയുന്ന പേരാണ് സബ്സ്യൂമർ. സബ്സ്യൂംഡ് ടു ബി സബ്സ്യൂംഡ് എന്ന് ഓർമ്മിക്കുക കേട്ടോ. ന്യൂ കോൺസെപ്റ്റ് ഈസ് സബ്സ്യൂംഡ്. മാറിപ്പോവാറുണ്ട് കുട്ടികൾക്ക് പരീക്ഷ എഴുതുമ്പോൾ, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ന്യൂ കോൺസെപ്റ്റ് ഈസ് സബ്സ്യൂംഡ്. എന്താണോ സബ്സ്യൂം ചെയ്യാനുള്ളത്, ഓൾറെഡി ലേൺഡ് കോൺസെപ്റ്റ് ഈസ് സബ്സ്യൂമർ. സബ്സംഷൻ ഇസ് ദി പ്രോസസ് ഓഫ് ലിങ്കിങ് സബ്സ്യൂംഡ് ടു ദി സബ്സ്യൂമർ. സബ്സംഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? സബ്സ്യൂമറെ സബ്സ്യൂംഡുമായി ബന്ധപ്പെടുത്തുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഉൾപ്പെടുത്തൽ. ഇനി മറ്റൊന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് പ്രിൻസിപ്പിൾസ് ഓഫ് മീനിങ് വെർബൽ ലേണിംഗ് എന്നാണ്. മീനിങ് വെർബൽ ലേണിങ്ങിലുള്ള പ്രിൻസിപ്പിൾസ് പ്രധാനമായും 4 പ്രിൻസിപ്പിൾസ് ആണ്. സൂപ്പർ ഓർഡിനേറ്റ് ലേണിംഗ്, പിന്നെന്താ കോമ്പിനേഷണൽ ലേണിംഗ്. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി മിസ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. വേറെ നമ്മൾ പഠിക്കാത്ത 2 കൂടെ ഉണ്ട്. പ്രോഗ്രസീവ് ഡിഫറൻഷിയേഷൻ, മലയാളമൊക്കെ അപാരമാണ്, പഠിച്ചോളാം. ക്രമാനുഗത വിശ്ലേഷണം അല്ലെങ്കിൽ പുരോഗനാത്മക വൈവിധ്യവൽക്കരണം. ഈ 2 പേരും കാണുന്നുണ്ട്. അപ്പം എക്സാമിന് എന്താണ് വരിക എന്നറിയില്ല കേട്ടോ. മലയാളത്തിലാണ് എക്സാമെങ്കിൽ. ഒന്നാമത്തെ നോക്കാം നമുക്ക്. രണ്ടാമത്തതും കൂടെ പറയാ പേര്. ഇന്റഗ്രേറ്റീവ് റീകൺസിലേഷൻ, ഉദ്ഗ്രഥനാത്മക രഞ്ജിപ്പ് എന്നാണ് അർത്ഥം. മിസ് അതൊന്നുകൂടെ പറഞ്ഞുതരാം. ഒന്നാമത്തത് എന്താണ്? പ്രോഗ്രസീവ് ഡിഫറൻഷിയേഷൻ, അതായത് ക്രമാനുഗതമായ പൊതുവായ ആശയങ്ങൾ ആദ്യം പറയുന്നു, അവയിൽ നിന്ന് ക്രമാനുഗതമായി എന്തിലേക്ക് എത്തുന്നു? വിശദാംശങ്ങളിലേക്ക് എത്തുന്നു. ഇംഗ്ലീഷിലാണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് the most general ideas of the discipline are presented first, followed by a gradual increase in details and specificity. ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പറയുന്നു, അത് സ്പെസിഫിക് ആയിട്ട് പറയുന്നു. അർത്ഥപൂർണമായ പഠനം നടക്കണമെങ്കിൽ പഠിതാവ് എന്ത് ചെയ്യണം? വിവരങ്ങളൊക്കെ എന്ത് ചെയ്യണം? ബോധന വസ്തുവിനെ, പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിനെ സംബന്ധിച്ച പൊതുവായ ആശയങ്ങൾ ആദ്യം അവതരിപ്പിക്കണം, എന്നിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നതാണ് പ്രോഗ്രസീവ് എന്ന വാക്കാണ്. പ്രോഗ്രസീവ് ക്രമാനുഗതമായി, ഡിഫറൻഷിയേഷൻ വിശ്ലേഷണം അല്ലെങ്കിൽ വൈവിധ്യമായിട്ട് ക്രമാനുഗതമായി വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുന്നു. ഇനി വേറൊന്ന് ഇന്റഗ്രേറ്റീവ് റീകൺസിലിയേഷൻ എന്നാണ്. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ഗ്രഥനം, നാഷണൽ ഇന്റഗ്രേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അത് റീകൺസിലേഷൻ എന്നാൽ സംയുക്തമായി, അതായത് രഞ്ജിപ്പ് എന്നാണ് അർത്ഥം, ഒരുമിച്ച് ചേർക്കുന്നു. ഇന്റഗ്രേറ്റ് ആസ് ദി ഹോൾ എന്നാണ്. അതായത് വൈജ്ഞാനിക ഘടനയിലെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലെ മുൻ ആശയങ്ങളുമായി പുതിയ ആശയങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അധ്യാപകൻ ബോധ്യപ്പെടുത്തുന്നു. ഉദാഹരണത്തിന് പഠിതാവ് എന്ത് പഠിച്ചു? അഡിഷൻ പഠിച്ചു. മാത്തമാറ്റിക്സ് ഒരു എക്സാമ്പിൾ ആണ്. അഡിഷൻ പഠിച്ചു. അഡിഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് പഠിക്കുന്നു? അഡിഷൻ എന്താ മലയാളം? സങ്കലനം പഠിച്ചു. പിന്നീട് പഠിക്കുന്നത് വ്യവകലനമാണ്, സബ്സ്ട്രാക്ഷൻ പഠിച്ചു. പിന്നീട് കുട്ടി മൾട്ടിപ്ലിക്കേഷൻ പഠിക്കണമെങ്കിൽ പിന്നെ എന്തോ ആവശ്യമുണ്ട്? തിരിച്ച് എങ്ങോട്ട് പോകണം? മൾട്ടിപ്ലൈ ചെയ്യാൻ. അത് അഡിഷനിലേക്ക് വരണം. ഇനി ഡിവിഷനാണ് കുട്ടി പഠിക്കുന്നതെങ്കിൽ തിരിച്ചെങ്ങോട്ട് വരണം? സബ്സ്ട്രാക്ഷനിലേക്ക് വരണം. ഇങ്ങനെ പരസ്പരം ഇവയെല്ലാം ബന്ധിപ്പിച്ച് ഇങ്ങനെ പഠിക്കുന്നതാണ് ഇന്റഗ്രേറ്റീവ് റീകൺസിലേഷൻ അഥവാ ഉദ്ഗ്രഥനാത്മക രഞ്ജിപ്പ്. ഇനി തിയറിയുടെ പേരുകൾ എന്തൊക്കെയായിരുന്നു? നമ്മളെല്ലാം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. തിയറിയുടെ പേര് മീനിങ് വെർബൽ ലേണിംഗ്, റിസപ്ഷൻ ലേണിംഗ്, അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ, സബ്സംഷൻ ലേണിംഗ്. 4 പ്രോസസ്സുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 4 പ്രോസസ്സുകൾ ഏതൊക്കെയായിരുന്നു? 4 പ്രോസസ്സുകൾ സബ്സംഷനിലുള്ള 4 പ്രോസസ്സുകൾ: ഡെറിവേറ്റീവ് സബ്സംഷൻ, കോറിലേറ്റീവ് സബ്സംഷൻ, സൂപ്പർ ഓർഡിനേറ്റ് കൺസെപ്ഷൻ, കോമ്പിനേറ്റോറിയൽ കൺസെപ്ഷൻ. പിന്നെ ഉള്ളത് അഡ്വാൻസ് ഓർഗനൈസർ ആണ്. അതും 4 എക്സ്പോസിറ്ററി ഓർഗനൈസർ, നറേറ്റീവ് ഓർഗനൈസർ, സ്കിമ്മിംഗ്, ഗ്രാഫിക് ഡിസൈനർ, കമ്പാരറ്റീവ്
ഡിസൈനർ. ഇനി സബ്സ്യൂമർ എന്താന്ന് പറഞ്ഞു, സബ്സ്യൂംഡ് എന്താന്ന് പറഞ്ഞു, സബ്സംഷൻ പറഞ്ഞു. ഇത്രയാണ് തിയറിയിലുള്ളത്. കുറച്ച് വലിയ തിയറിയാണ്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ് ഒസുബേലിൻ തിയറിയാന്ന്. ഡേവിഡ് ഒസുബേലിൻ തിയറിയാന്ന്. ഞാനൊന്ന് നോക്കിയപ്പോൾ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് ആണ്. അത് സബ്സംഷൻ ലേണിംഗ് ആണ്. അത് റിസപ്ഷൻ ലേണിംഗ് ആണ്. ടീച്ചറും ചൊല്ലണ്, കുട്ടിയോളും ചൊല്ലണ് അഡ്വാൻസ് ഓർഗനൈസർന്ന്. അയ്യ അഡ്വാൻസ്, അയ്യ അഡ്വാൻസ് ഓർഗനൈസർന്ന്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇടുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.